അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സംഭവം പൊളിയായിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും ജസ്റ്റ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ 1K അടിച്ചു, ഒരാഴ്ച ഏകദേശം. അപ്പോൾ 1K അടിച്ചതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയതായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ വീഡിയോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ചാനലിന് സപ്പോർട്ടായിരുന്ന കട്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും നൽകിയ ജഗദീശ്വരൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ അതോട് അനുബന്ധിച്ച് നമ്മളൊരു പ്ലം കേക്ക് റെഡിയാക്കി, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു പ്ലം കേക്ക് അത് നമ്മളുണ്ടാക്കി നമ്മൾ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്ലം കേക്കിന് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സൊക്കെ വേണം. അപ്പം നമ്മുടെ കൈവശം എന്താണോ ഉള്ളത് അതെടുത്ത് വെക്കുക. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിടുകയാണ്. കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തുട്ടി ഫ്രൂട്ടിയും കൂടി ആകുമ്പോൾ സംഭവം കളറാവും. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഈന്തപ്പഴം കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ഏകദേശം 5 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട്, 6 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി വെക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഒരു 1.5 കപ്പ് മൈദ. ഓക്കെ, മൈദ നമുക്കൊന്ന് അളന്നിട്ട്, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. 1.5 കപ്പ് മൈദ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നതാണ്. കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബേക്കിംഗ് പൗഡർ അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരു ഏകദേശം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ നിന്ന് അരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി അരിച്ചെടുക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വീണ്ടും പിന്നീട് അരിച്ചെടുക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കും. ഷുഗർ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പഞ്ചസാര ഒന്ന് ചെറുതായിട്ട് കട്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ച് സമയം കൊണ്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇത് നമ്മുടെ ലായനി സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി തിളപ്പിച്ച വെള്ളം, ചൂടുവെള്ളം കേട്ടോ, ചൂടുവെള്ളം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തിളച്ച് വീഴാൻ സാധ്യതയുണ്ട്. മാറി നിന്നിട്ട് വേണം ഇത്തിരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് തണുപ്പിക്കാനായിട്ട് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാത്രത്തിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം എടുക്കേണ്ടത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വാനില എസൻസ്, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതിലേക്ക് നമുക്കൊരു ഏകദേശം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് ഒരു 2-3 നമ്മൾ കറയമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. നമ്മൾ കുറച്ചായിട്ട് ഇത് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ബാക്കിയുള്ള ഷുഗറും കൂടി പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് നമ്മൾ ഏലക്കയും പട്ടയും കൂടി പൊടിച്ചെടുത്താണ് കേട്ടോ. അതും കൂടി കുറച്ച്
ഇതിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ നമുക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, ഇത് ചേർത്തിട്ട് അധികം സമയം ബീറ്റ് ചെയ്യേണ്ട, കുറച്ച് സമയം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ അത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ മാറ്റി അരിച്ച് വെച്ച പൊടിയുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതാണ്, വീണ്ടും ഒരു പ്രാവശ്യം കൂടി അരിക്കണത് അധികം തരിതരിപ്പൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് ശരിക്കും നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലായനി നമ്മളിതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു കൺസിസ്റ്റൻസി നമ്മൾ നോക്കണം, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ലായനി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കട്ടി കൂടുതലാണ്ട് നമ്മൾ കുറച്ചും കൂടി ലായനി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഒരു മണിക്കൂറോളം ഏകദേശം കുതിർത്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതും കൂടി ഒന്നും കൂടി ഇതിലേക്ക് നമുക്ക് ശരിക്കും നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അത്യാവശ്യം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത് എടുത്ത് ഇങ്ങനെ അറിയണത്. എന്തായാലും നമുക്കിനി നമ്മുടെ ബാറ്റർ നമ്മളിത് ഓവനിലൊന്നുമില്ല, സാധാരണ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അത് നമുക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മളിത് ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. അതിൻ്റെ പുറത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഏകദേശം 40 തൊട്ട് 45 മിനിറ്റ് വരെ നമ്മളിങ്ങനെ ഒന്ന് കുക്ക് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ പാൻ ഒന്നൊരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ താഴെ പോയിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ട് വരാൻ പോകണം. അപ്പോൾ നമുക്കത് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് സെറ്റ് ആകുന്നുണ്ട്. സംഭവം ഇത്തിരി ടൈം എടുത്ത്, കാര്യം കുറച്ച് അധികം ഇതുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ അത് കാരണം കുറച്ച് ടൈം എടുത്ത് നമുക്ക് ഇതൊന്നിന് മോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഡീമോൾഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്ക് വേണ്ടി നമ്മൾ ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില പോരായ്മകളുണ്ടാവും. കേക്കൊക്കെ റെഡിയാക്കി ഏകദേശം നമ്മൾ 1K എന്നുള്ള രീതിയിലൊക്കെ വായിക്കാൻ പറ്റും തോന്നുന്നു. എന്തായാലും നമ്മളിതൊന്ന് കട്ട് ചെയ്യാനാണ്. ഓക്കെ, കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായി. നമ്മളൊരു വലിയ പീസ് തന്നെ കേക്ക് എടുത്തിട്ടുണ്ട്. എന്നോട് നിന്ന് പോകും ചിലപ്പോൾ. അടിപൊളി. അപ്പോൾ കേക്ക് നമ്മുടെ 1K സെലിബ്രേഷൻ്റെ ആയിട്ട് അപ്പച്ചന് നമ്മൾ കേക്ക് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യണേ. അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഞാനിവിടെ നിന്ന് നോക്കിയിട്ട് പറയാടാ.
ഒരു റിച്ച് പ്ലം കേക്കിൻ്റെ തന്നെ ടേസ്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ആഡ് ചെയ്താകുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മധുരമുള്ളൂ. സംഭവം അടിപൊളിയാണ്, കൊള്ളാൻ കയറും. പക്ഷെ പറഞ്ഞതുപോലെ തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ ജസ്റ്റ് വ്ലോഗ് 1K അടിച്ചതിൻ്റെ നന്ദി ഒരിക്കൽ കൂടി എല്ലാവരും അറിയിക്കുന്നു. അതുപോലെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരിടുന്നതാണ്. ക്രിസ്മസ് വീഡിയോ നമ്മൾ വരുന്നുണ്ട് എങ്കിലും അഡ്വാൻസ് ആയിട്ട് ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള വിഭവങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.